സഹോദരി അമൃത സുരേഷിന്റെ വീഡിയോയ്ക്ക് താഴെ ഉപദേശവുമായി എത്തിയവർക്ക് മറുപടി നൽകി അഭിരാമി സുരേഷ്. മുൻ ഭർത്താവ് ബാലയ്ക്കെതിരെ അമൃത വീഡിയോയുമായി രംഗത്തെത്തിയിരുന്നു. ഈ വീഡിയോ അഭിരാമി പിന്നാലെ ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനു താഴെ ഉപദേശവുമായി എത്തിയ ഒരാൾക്ക് അഭിരാമി നൽകിയ മറുപടിയാണ് ശ്രദ്ധ നേടുന്നത്. എൻ്റെ പൊന്നു ചേച്ചി, നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ തന്നെ വെക്കൂ. എന്തിനാണ് അത് തുറന്നു കാണിക്കുന്നത്? ഈ കാണുന്ന നാട്ടുകാർ ആണോ നിങ്ങളുടെ കുടുംബ പ്രശ്നത്തിന് കാരണം? കുടുംബകാര്യം വന്ന് ഇതിൽ പറയാൻ നിന്നാൽ പിന്നെ അതിനല്ലേ നേരം കാണുള്ളൂ. പിന്നെ ഇതൊക്കെ കാണുന്നവർ എന്തൊക്കെയാ പറയുന്നത്? മോളുടെ വീഡിയോയുടെ താഴെ വന്ന നെഗറ്റീവ് കമൻസ് നിങ്ങൾ കാണുന്നില്ലേ? എന്തിനാണ് ആ കുഞ്ഞിനെ ഇതിൻ്റെ ഇടയിൽ ഇട്ട് നാട്ടുകാർക്ക് ചവിട്ടിത്തേക്കാനുള്ള വസ്തു ആകുന്നു എന്നായിരുന്നു കമൻറ്റ്. പിന്നാലെ അഭിരാമി മറുപടിയുമായി എത്തുകയായിരുന്നു. മോളെ, ഒരിക്കലെങ്കിലും അവരുടെ വശം ആളുകൾ അറിയണ്ടേ? നിന്റെ ചേച്ചിക്കാണ് ഈ ഗതി വന്നതെങ്കിൽ നീ മിണ്ടാതിരിക്കാൻ പറയുമോ? അവർ അത്രയും സഹിക്കെട്ടതാണ്. ഞങ്ങൾക്കാർക്കും ഉറക്കമില്ല, സമാധാനമില്ല. ഇവരെന്ത് തെറ്റാണ് നാട്ടുകാരോട് ചെയ്തത് എന്നായിരുന്നു അഭിരാമിയുടെ മറുപടി. പിന്നാലെ മറ്റ് കമൻറ്റുകൾക്കും അഭിരാമി പ്രതികരിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങളെ ഇയാളിങ്ങനെ വേട്ടയാടുന്നത് ശരിയല്ല. അത് നിൽക്കാതെ ജീവിച്ചു കാണിച്ചാലും ഞങ്ങളെ സമൂഹം പഴിക്കുകയേയുള്ളൂ. മരിക്കണമെന്ന ചിന്തകളിലേക്ക് എത്തിക്കുകയാണ് ഇപ്പോൾ ഇയാളുടെ 10-15 വർഷമായുള്ള ടോർച്ചർ. ചേച്ചിക്ക് പറ്റിയ സംഭവമാണെങ്കിലും ഇതെൻ്റെ കുടുംബത്തെ തന്നെ ശിഥിലമാക്കിയ സത്യമാണ്. എന്നിട്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ കുറേ കള്ളക്കണ്ണീരും സേവനങ്ങളും. കുഞ്ഞിനോടുള്ള സ്നേഹം അല്ല അയാളുടേത്, കുഞ്ഞിൻ്റെ അമ്മയോടുള്ള പകയാണ്. നല്ല ആണുങ്ങൾ അങ്ങനെയല്ല. മതിയായി. ഞങ്ങൾ അയാളുടെ കോടികൾ തട്ടിയെടുത്തിട്ടില്ല. ഞങ്ങളുടെ സംഗീതം സത്യം. എൻ്റെ ചേച്ചിയെ അത്ര ഉപദ്രവിച്ചത് കൊണ്ട് ജീവനും കൊണ്ടാണ് ഓടിയത്. ആളുകൾ അതറിയാതെ അല്ലേ ഞങ്ങളെ വെറുക്കുന്നത്? അയാൾ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് തെളിവുണ്ടോ? എന്തൊരു വേദനയാണ് അയാൾ ഞങ്ങൾക്ക് തരുന്നത് എന്നാണ് അഭിരാമി പറയുന്നത്. ധാരാളം പേരാണ് അഭിരാമിയുടെ കമൻറ്റ് ബോക്സിൽ കുടുംബത്തിന് പിന്തുണയുമായി എത്തിയിരിക്കുന്നത്. അതേസമയം അമൃത സുരേഷ് ബാലയുടെ 2ാം ഭാര്യയായിരുന്നുവെന്നും നേരത്തെ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിരുന്നുവെന്നും അഭിരാമി പറയുന്നുണ്ട്. നേരത്തെ ഇക്കാര്യം അമൃതയും വീഡിയോയിൽ പറഞ്ഞിരുന്നു. ചന്ദന ആയിരുന്നു ബാലയുടെ ആദ്യ ഭാര്യ. തൻ്റെ ചേച്ചി 2ാമത്തെ ഭാര്യയാണ്. പിന്നീടാണ് എലിസബത്തിനെ വിവാഹം കഴിച്ചത്. ഇപ്പോൾ മറ്റൊരു പേരും കേൾക്കുന്നുണ്ടെന്നും എന്നാൽ ഉറപ്പില്ലാത്തത് കാരണം അത് വെളിപ്പെടുത്തുന്നില്ലെന്നും അഭിരാമി പറയുന്നുണ്ട്. ഈ കരച്ചിൽ കാണാൻ വയ്യ. ഈ ഒരു വിവാഹത്തിൻ്റെ പേരിൽ ഈ കുടുംബം എന്തുമാത്രം അനുഭവിച്ചു. ഇപ്പോഴും പാപ്പു കുഞ്ഞു പോലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളെ അറിയുന്നവർ എന്നും നിങ്ങളെ കൂടെയുണ്ട്. കുട്ടികളെ ഒരിക്കലും ഒറ്റക്കാണെന്ന് കരുതരുത്. ഞങ്ങളൊക്കെ കൂടെയുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം പിരിഞ്ഞു എന്ന് മാത്രമാണ് മനസ്സിലാക്കിയിരുന്നത്. ഗാർഹിക ശാരീരിക പീഡനങ്ങളുടെ കഥ ഇപ്പോൾ പാപ്പുവും ചേച്ചിയും പറയുമ്പോൾ മാത്രമാണ് അറിയുന്നത്. അയാൾ ഒരു സൈക്കോ ടൈപ്പാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മുന്നോട്ട് പോവുക, മറ്റൊന്നും ശ്രദ്ധിക്കേണ്ട എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ പിന്തുണയുമായി എത്തുന്നവർ പറയുന്നത്.